നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇപ്പോഴെങ്കിലും ഒരു നല്ല വർത്താനം കേട്ടല്ലോ. മഹാത്ഭുതം. ഒരുപാട് കാശായോ ഇതിന്? ഇത് ശരത്തിന്റെ കല്യാണ വേഷം. ഇഷ്ടപ്പെട്ടു, എടുത്തു. കാശൊന്നും ഞാൻ നോക്കിയില്ല. ബില്ല് വേറെ ആരെങ്കിലും കൊടുത്തോ അതോ സ്വന്തം കയ്യിൽ നിന്ന് കൊടുത്തോ? ആന്താടി നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ അത്ര എച്ചിയാന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കല്ല, അതാണല്ലോ സത്യം. എന്നാ കേട്ടോ, എന്റെ കാശ് തന്നെ. കല്യാണം കഴിഞ്ഞാലേ ഹണിമൂണ് വരാൻ ഏർപ്പാട് ചെയ്ത്. നീയും ഉണ്ട് ഹണിമൂണിന്. ഓ ആണോ? ഷെടാ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാ നീ ഇപ്പൊ കേട്ടോ, നമ്മളെല്ലാരും കൂടിയാ പോകുന്നത്. ഇത്രയും ഹൃദയവിശാലതയുള്ള ഒരാളിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നിത്യയുടെ ഒരു ഭാഗ്യേ അല്ലടാ ശരത്തെ? സംശയം എന്താ? എന്നാലേ മണവാള, ഈ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് മുടക്കിയ കാശും ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി മുടക്കിയ കാശും ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി. അതും പോയി. മനസ്സിലായില്ല. കല്യാണം നടക്കില്ലല്ലോ, അപ്പൊ പിന്നെ ഇത് വേസ്റ്റ് അല്ലേ? എടി, ഇന്ന് രാത്രി ഇരുട്ടി വെളുത്ത കല്യാണമാണ്. ഈ വൈകിയ സമയത്തും കല്യാണം നടക്കില്ല എന്ന് പറയാൻ കുറച്ചൊന്നും അല്ല ധൈര്യം വേണ്ടത്. ഒന്നുകില് ശുദ്ധ വിവരക്കേട്, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്, അമിത ആത്മവിശ്വാസം. രണ്ടും വേസ്റ്റ്. നീ ഇപ്പൊ പറഞ്ഞില്ലേ വെള്ളത്തിൽ വരച്ച വര, അതാ. നീ താലി കെട്ടുന്ന നിമിഷം വരെ എന്തും സംഭവിക്കാം, അത് നീ മറക്കണ്ട. കുറെ നാളായാലും നീ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടി നിനക്ക്? ഓ, ആ സിദ്ധു ആയിരിക്കും അത് സംഭവിക്കും ഇത് സംഭവിക്കുന്നൊക്കെ പറയുന്നത്. അതും വിശ്വസിച്ചിരുന്നു നീ. ഞാൻ നിത്യം കല്യാണം കഴിച്ച് അങ്ങ് പോവും. കൂട്ടത്തില് നീയും ഉണ്ടാവുമെന്നറിയാമല്ലോ. നിത്യ നീ, നീ നിത്യ. ഞാനങ്ങ് സുഖിക്കോടി. നീ സുഖിക്കുമല്ലോ, നരകിക്കൂടാ. പോലീസുകാരുടെയും തടവുകാരുടെയും ഒക്കെ ഇടികൊണ്ട് ചതഞ്ഞെറിഞ്ഞ ആശുപത്രിയിൽ കിടക്കുമല്ലോ. ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞേ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്.